ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ചുറ്റും കാണാത്ത ഒരു ലോകമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു ആത്മീയ യുദ്ധം ഈ ലോകത്ത് നടക്കുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ, എന്തുകൊണ്ടാണ് എപ്പോഴും എൻ്റെ കുടുംബത്തിൽ വഴക്ക്? എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ എത്ര ശ്രമിച്ചിട്ടും ചില കാര്യങ്ങളിൽ പരാജയപ്പെടുന്നത്? ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല. ഇതിന് പിന്നിൽ ഒരു ശത്രുവുണ്ട്. അവൻ നിങ്ങളെയും നിങ്ങളുടെ സമാധാനത്തെയും തകർക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ പേടിക്കണ്ട, ഇന്ന് നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറക്കാൻ പോവുകയാണ്. എന്താണ് യുദ്ധമെന്നും ആരാണ് നമ്മുടെ ശത്രുവെന്നും ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം എത്ര വലുതാണെന്നും ഇന്ന് നമ്മൾ മനസ്സിലാക്കും. ഇത് കേൾക്കുമ്പോൾ ഭയം മാറി നിങ്ങൾക്ക് ധൈര്യം ലഭിക്കും. നമ്മുടെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് പിശാചിന് നേരെയുള്ള വിജയം പ്രഖ്യാപിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എൻ്റെ ജീവിതത്തിന് മേൽ പിശാചിന് ഒരു അധികാരവുമില്ല. ക്രിസ്തുവാണ് എൻ്റെ നായകൻ എന്ന് വിശ്വസിക്കുന്നവർ താഴെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരം ഒന്നെഴുതുക: യേശുവാണ് എൻ്റെ രക്ഷകൻ. സഹോദരങ്ങളെ, നിങ്ങളുടെ ഈ വരികൾ ഇരുട്ടിൻ്റെ ശക്തികൾക്ക് നേരെയുള്ള നിങ്ങളുടെ വെല്ലുവിളിയായി മാറട്ടെ. ഒന്നാമതായി സംസാരിക്കുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് രണ്ട് രാജ്യമുണ്ട് എന്നാണ്. ഒന്ന് ദൈവത്തിൻ്റെ രാജ്യം, മറ്റൊന്ന് സാത്താൻ്റെ രാജ്യം. വചനം ഇങ്ങനെ പറയുന്നു: അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താൻ്റെ ശക്തികളിൽ നിന്ന് ദൈവത്തിലേക്കും തിരിയാനും ഞാൻ നിന്നെ അയക്കുന്നു. നിങ്ങൾ യേശുവിനെ അറിഞ്ഞ ശേഷം നിങ്ങൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മാറ്റപ്പെട്ടു. പണ്ട് നിങ്ങൾ പാപത്തിന് അടിമയായിരുന്നു. നിങ്ങളുടെ യജമാനൻ സാത്താനായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവമക്കളാണ്. വചനം ഇങ്ങനെ പറയുന്നു: അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് അവിടുന്ന് നമ്മെ ആനയിക്കുകയും ചെയ്തു. പക്ഷേ സാത്താൻ അത് അംഗീകരിക്കുന്നില്ല. സാത്താൻ ഇപ്പോഴും നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. വചനം ഇങ്ങനെ പറയുന്നു: അവൻ അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്നു. അതായത് ദൈവത്തെ അനുസരിക്കാത്തവരുടെ മേൽ മാത്രമേ അവന് അധികാരമുള്ളൂ. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ അവന് നിങ്ങളെ തൊടാനാവില്ല. രണ്ടാമതായി യുദ്ധത്തിൻ്റെ തുടക്കം. എവിടെ നിന്നാണ് യുദ്ധം ആരംഭിച്ചത്? വചനം പറയുന്നു, വെളിപ്പാട് 12:7 സ്വർഗത്തിൽ നടന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് പറയുന്നു. മീഖായേലും സാത്താനോടും അവൻ്റെ ദൂതന്മാരോടും കൂടെ യുദ്ധം ചെയ്തു. സാത്താൻ പരാജയപ്പെട്ട് ഭൂമിയിലേക്ക് എറിയപ്പെട്ടു. എന്തുകൊണ്ടാണ് സാത്താൻ ദൈവത്തിനെതിരെ ആയിട്ട് തിരിഞ്ഞത്? സാത്താൻ അഹങ്കരിച്ചോ? അവന് ദൈവത്തെ പോലെ ആകണമായിരുന്നു. യെശയ്യാ 14 ഇങ്ങനെ പറയുന്നു: ആകാശത്തോളം ഉയരും, ദൈവത്തിന് തുല്യനാകും എന്ന് അവൻ ചിന്തിച്ചു. സാത്താൻ ഭൂമിയിലേക്ക് വീണു. ഇവിടെയാണ് കഥയുടെ ട്വിസ്റ്റ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ്? ഉൽപ്പത്തി 1:26 പറയുന്നു: അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ദൈവം ഈ ഭൂമിയുടെ അധികാരം കൊടുത്തത് സാത്താനല്ല, മനുഷ്യനാണ്. ഇതാണ് സാത്താനെ അസൂയപ്പെടുത്തിയത്. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട അധികാരം ലഭിച്ച മനുഷ്യനെ കാണുമ്പോൾ അവന് നിയന്ത്രണം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അവൻ നമ്മെ ആക്രമിക്കുന്നത്. അധികാരം തട്ടിയെടുക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. മൂന്നാമതായി ഏദൻ തോട്ടത്തിലെ കെണി. സാത്താന് മനുഷ്യനെ നേരിട്ട് തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം മനുഷ്യന് ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട്. അതുകൊണ്ട് അവൻ ഒരു കെണി ഒരുക്കി. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. ദൈവം പറഞ്ഞു, ഇത് തിന്നരുത്. എന്നാൽ സാത്താൻ പറഞ്ഞു, ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. ശ്രദ്ധിക്കുക, അവൻ ആദ്യം ദൈവവചനത്തെ സംശയിച്ചു, പിന്നെ അതിനെ നിഷേധിച്ചു. പാപം ചെയ്തപ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് അകന്നു. അവൻ്റെ അധികാരം നഷ്ടപ്പെട്ടു. അങ്ങനെ സാത്താൻ ഈ ലോകത്തിൻ്റെ അധികാരിയായി മാറി. പക്ഷേ ദൈവം നമ്മെ കൈവിട്ടില്ല. ആദം ഒരു മരത്തിൽ നിന്ന് തിന്ന് മരണം വരുത്തി. എന്നാൽ യേശു ക്രൂശിൽ മരിച്ച് നമുക്ക് ജീവൻ നൽകി. ഇപ്പോൾ ക്രിസ്തുവിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട അധികാരം തിരികെ കിട്ടിയിരിക്കുകയാണ്. നാലാമതായി അധികാരം ഏറ്റെടുക്കുക. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് സാത്താൻ നിങ്ങളെ ആക്രമിക്കുന്നത് നിങ്ങളുടെ അധികാരം നിങ്ങൾക്ക് അറിയില്ല എന്ന് അവനറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവൻ വിറയ്ക്കും. യാക്കോബ് 4:7 പറയുന്നു: ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. നിങ്ങൾ വെറുതെ ഇരുന്നാൽ പോരാ, അധികാരം ഏറ്റെടുക്കണം. നിങ്ങളുടെ മനസ്സിൻ്റെ മേൽ അധികാരം ഏറ്റെടുക്കുക.
നിഷേധാത്മകമായ ചിന്തകളെ മാറ്റിവെക്കുക. നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ അധികാരം ഏറ്റെടുക്കുക. വഴക്കും പകയും അവിടെ വാഴാൻ അനുവദിക്കരുത്. നിങ്ങളുടെ മക്കളുടെ മേൽ അധികാരം ഏറ്റെടുക്കുക. ലോകത്തിന്റെ സ്വാധീനം അവരെ നശിപ്പിക്കരുത്. നിങ്ങളുടെ രോഗങ്ങളുടെ മേൽ അധികാരം ഏറ്റെടുക്കുക. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക. നിങ്ങളൊരു ഇരയല്ല, നിങ്ങളൊരു പോരാളിയാണ്. നിങ്ങളിൽ വസിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. 5-ാമതായി, വിജയം സുനിശ്ചിതമാണ്. യേശു പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ലൂക്ക 10:18. പിശാച് തോറ്റുകഴിഞ്ഞു, അവന്റെ തല തകർക്കപ്പെട്ടു. അവൻ വെറും ഒച്ചയുണ്ടാക്കുന്ന സിംഹം മാത്രമാണ്. ആക്രമിക്കാൻ അവന് പറ്റില്ല. നമ്മുടെ വിജയം കുറിക്കപ്പെട്ടു കഴിഞ്ഞു. നമ്മൾ ചെയ്യേണ്ടത് ആ വിജയത്തിൽ നിൽക്കുക എന്നതാണ്. അവന്റെ നുണകളെ വിശ്വസിക്കരുത്. എനിക്ക് കഴിയില്ല, ഞാൻ തോറ്റുപോയി എന്ന് പറയരുത്. എന്നെ ശക്തനാക്കുന്നവനൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും എന്ന് പറയുക. സഹോദരങ്ങളെ, ഇന്നു മുതൽ ഭയന്ന് ജീവിക്കരുത്. രാജാവിന്റെ മക്കളാണ് നിങ്ങൾ. അധികാരമുള്ളവരാണ് നിങ്ങൾ. പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുക. വചനം കൊണ്ട് അവനെ നേരിടുക. യേശുവിന്റെ നാമത്തിൽ മുട്ടുമടക്കാത്ത ഒരു ശക്തിയും ഈ ലോകത്തിലില്ല. സഹോദരങ്ങളെ, ഈ കേട്ട വചനത്തിലൂടെ അധികാരം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ പ്രിയ മക്കളായിരുന്നു കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. കേട്ട വചനത്താൽ നമ്മെ ഓരോരുത്തരെയും ദൈവം അവിടുന്ന് അനുഗ്രഹിച്ച് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.